ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരം ഇഷ്ടമില്ലാത്തതായിട്ട് അധികം ആരും ഉണ്ടാവില്ലല്ലേ? ഇന്ന് നമുക്ക് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കേക്കൊക്കെ ഒരുവിധം പേരുടെയും ഫേവറേറ്റ് ആയിരിക്കും അല്ലേ? ഇന്ന് ഞാൻ ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുവരെ ഈ പുഡിംഗ് കഴിക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അധികം ചേരുവകളൊന്നും വേണ്ടതുണ്ടാക്കാന്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ള സ്വീറ്റ് റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ കാണാം. അപ്പൊ ഇനി തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ റെസിപ്പികളെല്ലാം മിസ്സാവാതെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം കാരമലൈസ്ഡ് നട്ട്സ് ഉണ്ടാക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. പഞ്ചസാര മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ബദാം ഇഷ്ടമാണെങ്കിൽ അത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സോസ് അണ്ടിപ്പരിപ്പിൽ നന്നായി കോട്ടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് പാനിൽ ഒട്ടിപ്പിടിക്കും. കാരമൽ നട്ട്സ് ചൂടാറിയാൽ ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചാൽ കൂടുതലായി പൊടിഞ്ഞു പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി പുഡിങ്ങിലേക്ക് വേണ്ട കാരമൽ സോസ് ഉണ്ടാക്കണം. അതിനായി അതേ പാനിൽ തന്നെ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. ഞാൻ 2 പ്രാവശ്യം വെള്ളം തരി പോലും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്താൽ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും, പക്ഷെ കളർ ചേഞ്ച് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി നമുക്കിതിലേക്ക് നേരത്തതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 50 ഗ്രാം ബട്ടർ ഞാനിപ്പോ ചേർത്തിട്ടുണ്ട്. ബട്ടർ മുഴുവനായി മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമോ ഹെവി ക്രീമോ തിക്ക് ക്രീമോ ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല. ക്രീം ചേർത്താൽ കാരമൽ ഷുഗർ ഒന്ന് കട്ടയാവാൻ തുടങ്ങും, പക്ഷെ അത് കുഴപ്പമില്ല. ക്രീം ചൂടാവാൻ തുടങ്ങിയാൽ അത് വീണ്ടും മെൽറ്റ് ആയിക്കോളും. ഇപ്പൊ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ക്രീമിലേക്കായി 1/2 കപ്പ് സോസ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോഴും സോസ് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ബൗൾ എവിടെയെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ബൗളിന്റെ അടിയിൽ ടവൽ വെച്ചിട്ടോ സോസ് ഒഴിക്കുക. ഇല്ലെങ്കിൽ കൈ പൊള്ളി പോകാൻ സാധ്യതയുണ്ട്. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള സോസിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കാരമൽ സോസ് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് നന്നായി തിളച്ച് ചെറുതായി കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂടാറും തോറും കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. അപ്പൊ അത് ചൂടാറുന്ന സമയം കൊണ്ട് പുഡിങ്ങിലേക്കുള്ള ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി 300 ലിറ്റർ വിപ്പിംഗ് ക്രീം 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഒരു സോഫ്റ്റ് പീക്ക് ടെക്സ്ചർ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ക്രഷ് ചെയ്ത് വെച്ച കാരമൽ നട്ട്സ്, ഒരു ഗ്ലാസ് ട്രേ, ബീറ്റ് ചെയ്ത് വെച്ച ക്രീം, പാലൊഴിച്ച് നീർപ്പിച്ച് വെച്ചിട്ടുള്ള കാരമൽ സോസ്, പിന്നെ അരികോശം കളഞ്ഞ 5-6 സ്ലൈസ് ബ്രെഡ്, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ബ്രെഡ് സോസിലൊന്ന് ഡിപ്പ് ചെയ്ത് ട്രേയിൽ നിരത്തി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കാരമൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിൽ വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ട്രേയിലായിട്ട് പുഡിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നിൽ ബ്രെഡ് 2 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേക്ക് പോലെ പെർഫെക്റ്റ് ആയി കട്ട് ചെയ്തെടുക്കാം. മിക്കവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാവും, എന്നാൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. ക്രീമി ടെക്സ്ചറിൽ പുഡിംഗ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിന്നെ ബീറ്റർ ഒന്നും വേണമെന്നൊന്നുമില്ല, വിപ്പിംഗ് ക്രീം മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.